ഈ ജേണൽ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇപ്പോൾ അത് എഴുതുകയല്ല, നമ്മൾ ഡീറ്റെയിലി സൂക്ഷിക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്തിൽ. കാരണം നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു എന്തൂസിയാസം, ഒരു പോസിറ്റിവിറ്റി, പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബ്, ഈ സാധനം നമ്മൾ അങ്ങോട്ട് ഏജ്ഡ് ആകുന്തോറും ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന പ്രായത്തിൽ, ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സമയത്ത്, ഏറ്റവും മനോഹരമായി നമ്മൾ ലോകത്തെ കണ്ട ഒരു സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാൻ, അല്ലെങ്കിൽ ഡിജിറ്റലി നമ്മൾ നോട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ ഒന്ന് ശീലിച്ചിട്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര സ്നേഹം തോന്നും, ഭയങ്കര മതിപ്പ് തോന്നും. എന്താണെന്നറിയോ, ഞാനിപ്പോൾ ക്യാമ്പസിൽ നിന്ന് പോന്നിട്ട് ഏകദേശം 10-11 വർഷങ്ങളാകുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ ഒരു ദശാബ്ദ കാലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഞാനുണ്ട്. ആ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. നമ്മളിപ്പോൾ പൂർണ്ണമായും ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്, പലവിധ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മനസ്സിലുണ്ടായിരുന്ന കുറേ തീപ്പൊരി ആശയങ്ങളുണ്ട്. നമുക്കതിനെ തീപ്പൊരി ആശയങ്ങൾ തന്നെ വിളിക്കാം. ആ ആശയങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മനോഹരമാണെന്നറിയും. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, അതിൽ പലതും ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും, പലതും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഏറ്റവും യൂത്ത്ഫുൾ ആയിരുന്ന ഒരു സമയത്ത്, ഏറ്റവും വൈബ്രൻ്റ് ആയിരുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിലൂടെ പോയ ആശയങ്ങളിലേക്ക് നമ്മൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജമാവട്ടെ നമ്മോട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.